ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഞാനിതെന്താ കണ്ടെല്ലാം കാണിച്ചിട്ട് ഇൻട്രോ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. വെറുതെ രാവിലെ എണീറ്റേരം ഒരു രസത്തിനങ്ങ് എടുത്തതാണ്. അപ്പോൾ വീട്ടിൻ്റെ മുന്നിലെ കണ്ടാണ് കേട്ടോ ഇത്. കണ്ടത്തിലെല്ലാം ഇപ്പം അരലോ പയറും ഉഴുന്നും, അരലോ അല്ല ആ കണ്ടത്തിൻ്റെ ഉടമ പയർ ഉഴുന്ന് അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഇടാം. പിന്നെ എന്നാണ് വാളിയിട്ടുണ്ട്. അതായത് പയറിട്ട് അതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. അമ്മി 2 കണ്ടത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ വെറുതെ ഒന്ന് എടുത്തിയാണ്. അങ്ങനെ ഞാൻ എണീറ്റ് കുറച്ച് സമയമായി. അപ്പോൾ നമ്മളെ അപ്പൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. അനുവും നന്ദും എണീറ്റിട്ടില്ല. അപ്പോൾ ഏച്ചി അത് അടന്ന് അവരെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറേ സമയത്ത് എണീറ്റിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ലേറ്റായിട്ടാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എണീക്കുകയും ചെയ്തതിന്. അമ്മമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അമ്മമ്മേനെയും കൂട്ടിയിട്ടാണ് വന്നത്. അമ്മമ്മക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ടൈമായിട്ടുണ്ടായിന്. അതുകൊണ്ട് അമ്മമ്മേനെ കൊണ്ടുപോയി ഒരാഴ്ച അവിടെ നിർത്തിക്കാൻ, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടാക്കിയതാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുവാണ്. വെറുതെ ഇങ്ങനെ ആൾക്കറിയത്ത് ഇതെല്ലാം കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഫുൾ തെങ്ങും തോപ്പും പിന്നെ നല്ല കണ്ടവും നെല്ലിൻ്റെ സമയമാകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ഇതാ ഇറയത്തി ഇരുന്ന് നേരം കൂട്ടുവാണ്. പിന്നെ അങ്ങനെ നമ്മളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അമ്മ ഇതാ അപ്പ ദോശ എന്തോ ആക്കുന്നുണ്ട്. അപ്പോൾ ഏച്ചിക്ക് അമ്മമ്മ ഇതാ മരുന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് കാല് വേദനയായിട്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ അനുവും നന്ദുവും എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉറക്കം മതിയായിട്ടൊന്നുമില്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യലാണ് കേട്ടോ. പ്രാക്ടീസൊന്നും പറയുകയില്ല, ഇരുന്നിട്ട് മറ്റേ ഇപ്പോഴത്തെ പാട്ടല്ലേ AR അല്ലേ അങ്ങ് ആ പാട്ട് പാടലാണ്. അപ്പോൾ ഏച്ചി സൈഡിൽ നിന്നിട്ട് അവർ കാണാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ അപ്പൂട്ടൻ കണ്ടു, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കലാന്ന് കേട്ടോ. പിന്നെ ഒരു നാണക്കേടായിപ്പോയേ. നന്ദു പാടുന്നൊന്നുമില്ല, ഇവരെ ഏച്ചി അനിയനും കൂടെ ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മൾ തലേന്ന് വാങ്ങിയ ഐറ്റംസ് ഇല്ലേ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിട്ടില്ല, ഞാൻ വാങ്ങിയ മാലയെല്ലാം. അപ്പം ഞാനതൊന്ന് ഇട്ടിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയെന്ന് കേട്ടോ. എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഭംഗി ഉണ്ടാവുമോ, അപ്പോൾ എങ്ങനെയുണ്ട് എനിക്കത് ഇട്ടിട്ട് ഭംഗിയുണ്ടാവും. പക്ഷേ മാക്സീൻ്റെ കൂടെ മനസ്സിലാവില്ല, നല്ല സാരിയെല്ലാം ഉടുത്തിട്ടാകുമ്പം ഇടണം അല്ലേ. അങ്ങനെ പിന്നെ ഇതാ അമ്മ ഒരു പാക്കറ്റ് എടുത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അമ്മി ചേച്ചിയെല്ലാം അമ്പലത്തിൽ പോയാലും നമുക്ക് വാങ്ങിയ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ നന്ദുവിന് ഇതാ ഒരു മാല വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് മുടിയിൽ കെട്ടുന്ന ഒരു ബണ്ണ് വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ ദേവൂട്ടിക്കാണ് കൈക്കിടാൻ വേണ്ടിയിട്ട്. പക്ഷെ ദേവൂട്ടിക്കാണ്, പക്ഷെ ദേവൂട്ടി അത് ഇടലൊന്നുമില്ല. പിന്നെ നമ്മളെ പണ്ടത്തെ പൂമ്പാറ്റില്ലേ ഇങ്ങനെ ആടിക്കളിക്കുന്നത്, ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റു. പണ്ട് നമ്മളെല്ലാം ഒരു കുഞ്ഞിക്കാലഘട്ടത്തിലെ ആ ഒരു ഐറ്റംസ് അല്ലേ. പിന്നെ നമ്മളെ ദേവൂട്ടിക്ക് വാച്ച്, ഇതും വാങ്ങിക്കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല, ഒരു പ്രാവശ്യം പോലും കെട്ടിയിട്ടുണ്ടായിട്ടില്ല, അത് പൊട്ടിപ്പോയി. ഇത് പിന്നെ അമ്മ എനക്ക് വാങ്ങിയതാണ് കേട്ടോ. ഇതെൻ്റെ വീട്ടിലുള്ളത് പൊട്ടിപ്പോയിട്ടുണ്ടായിന്. അങ്ങനെ അമ്മയൊന്ന് എനക്ക് വാങ്ങിയിന്. പിന്നെ ദേവൂട്ടിക്ക് ഇതാ വള മാല അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഇത് എനിക്കിതാ അനു സെലക്ട് ചെയ്ത കമ്മലാണ്. നല്ല ഭംഗിയില്ലേ, നല്ല മയിലിൻ്റെ. ഇതിൽ 20 രൂപേൻ്റെ കമ്മലാണ്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു കമ്മലും ഈ ഒരു കമ്മലുമാണ് എനിക്ക് വാങ്ങിയിട്ടുണ്ടായത്. പിന്നെ നമ്മളെ നന്ദൂന് ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു വള കണ്ട, നല്ല ഭംഗിയില്ലേ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് കേട്ടോ. അപ്പം അങ്ങനെ ഒരു വള വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇതാ മാല. പിന്നെ മെയിനായിട്ട് അമ്മമ്മ പറഞ്ഞിട്ടുണ്ടായിന് ഒരു പേഞ്ചീപ്പ് വാങ്ങി വെക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്രയും ഐറ്റംസാണ്. അങ്ങനെ ഞാൻ എല്ലാം കൂടി ഇതാ പാക്ക് ചെയ്തിട്ട് പിന്നെ ഇതാ ദേവൂട്ടിക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാം കൂടെ ഞാൻ സഞ്ചിയിൽ കെട്ടി ഇതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ചായയെല്ലാം റെഡിയായി. അതിൻ്റെ ഇടയിൽ ഞാൻ ചായയെല്ലാം കുടിച്ചു. അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം വെള്ളയപ്പവും എന്തോ കറിയും ഉണ്ടായത് കേട്ടോ, ഓർമ്മയില്ല. ചായ കുടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം എന്താ ഞാനും പൃഥ്വിയേട്ടനും ഒന്ന് പിന്നെ ടൗണിൽ പോവാണ്. നമുക്കൊരു വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്, നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടൗണിൽ നമുക്കൊന്ന് 2 ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ട്. അങ്ങനെ ഏച്ചിയുടെ വണ്ടി എടുത്തിട്ട് നമ്മളൊന്ന് പോകുമെന്ന്. പിന്നെ ആരെയും കൂട്ടുന്നൊന്നുമില്ല കേട്ടോ, പിള്ളേരൊന്നും കൂട്ടുന്നൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരാം. എന്നിട്ടാകുമ്പോൾ നമുക്ക് അമ്പലത്തിൽ ആരാധന തീരുന്ന ദിവസമല്ലേ. അപ്പോൾ വന്നു കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അമ്പലത്തിൽ ചോറുണ്ണാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ നമ്മളെ ഇളയമേരെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ നമ്മളെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ നേരെ നമ്മൾ പോയത് അച്ഛൻ്റെ പീടികയിലേക്കാണ് കേട്ടോ. അച്ഛൻ്റെ പീടികയിൽ പോയിട്ട് ചെറിയ ആവശ്യമുണ്ടായിന്. അങ്ങനെ ഇതാ ഭയങ്കര വണ്ടിയും തിരക്കെല്ലാം. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അച്ഛൻ്റെ പീടികയിലെത്തി.
അങ്ങനെ അച്ഛനോട് വർത്താനം പറഞ്ഞ് പിന്നെ അച്ഛനിതെന്തോ വീട്ടിലേക്ക് കുറേ പിന്നെ എന്താണ് ലൈറ്റിൻ്റെ സംഭവങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോൾഡറും സ്വിച്ചും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങാൻ അച്ഛൻ പൈസ കൊടുക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ അച്ഛൻ്റെ അടുക്കുന്ന ഞാൻ നൈസായിട്ട് ഒരു ലോട്ടറി എടുത്തു. പൈസ കൊടുത്തിട്ട് തന്നെയാണ് എടുത്തിന്. പക്ഷെ ഒറ്റ നമ്പറിന് എനിക്ക് 500 രൂപ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ലാസ്റ്റ് നമ്പർ 93-നും പിന്നെ 94-ന് 500 രൂപ ഉണ്ടായിന് അച്ഛൻ പറഞ്ഞത്. അങ്ങനെ നമ്മളിത് ആ സാധനമെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അമ്പലത്തിൽ ചോറുണ്ണാനുള്ള ക്യൂ. ഭയങ്കര തിരക്കാണ് കേട്ടോ. ആ തിരക്ക് കണ്ടതോടെ നമുക്ക് ചോറുണ്ണാൻ പോകണമെന്നില്ല ആഗ്രഹം നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്തായാലും പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവാണ്ട് അവിടെ നിന്ന് ചോറ് കിട്ടൂല. അതുകൊണ്ട് പിന്നെ വേഗം വീട്ടിലേക്ക് തന്നെ വരുവാണ്. വീട്ടിൽ ചോറും കറി ആക്കിയിട്ടുണ്ടായിനെ. എന്നാലും അമ്പലത്തിലെ പ്രസാദം എന്ന് പറയുമ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമല്ലേ. പക്ഷെ ആ തിരക്ക് കണ്ടിട്ട് ഭയങ്കരം അത്രക്ക് തിരക്കാണ് കേട്ടോ. നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു 5 മണിയൊന്നും ആവാണ്ട് ചോറ് കിട്ടൂല എന്നാണ് പറഞ്ഞത്. പക്ഷെ കുറച്ച് കഴിയുമ്പം പൃഥ്വിയേട്ടനും അപ്പവും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവർ പോയിട്ട് പൃഥ്വിയേട്ടന് കിട്ടിയിട്ടില്ല നല്ല തിരക്ക് കാരണം പൃഥ്വിയേട്ടൻ നിന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മളൊരു ബന്ധുവിനൊക്കെ ഉണ്ടായിരുന്നു, അപ്പൂനെ അവരെ കൂടെ കയറ്റി വിട്ടിട്ട് അപ്പു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചോറെല്ലുണ്ട് ഇതാ നമ്മളെല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ അമ്മ എൻ്റെ തല ഇങ്ങനെ പിന്നെ നോക്കി തരുന്നുണ്ട്. അത് പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആരായാലും എനിക്ക് ചെയ്ത് തരുന്ന കേട്ടോ, ചെറിയൊരു മസാജ്. അതിൻ്റെ ഇടയിൽ ഇതാ വല്യമ്മ എല്ലാവർക്കും മൈലാഞ്ചിയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദേവൂട്ടി വെച്ചിട്ടില്ല, അമ്മ വെച്ച് തന്നാൽ മതി എന്നിട്ട് ഞാൻ ദേവൂട്ടിക്ക് മൈലാഞ്ചി വെച്ച് കൊടുത്തു. പിന്നെ വീഡിയോ എടുക്കാൻ ദേവൂട്ടി വിടൂല കേട്ടോ. അവളെ കൈക്ക് മൈലാഞ്ചി വെക്കുന്നതൊന്നും വീഡിയോ എടുക്കാനൊന്നും അവൾ വിടൂല. അപ്പോഴത്തേക്കാണ് നമ്മൾ അനു ഒരു കുപ്പി എടുത്തിട്ട് വന്നത്. അത് കാണുമ്പോൾ ഇപ്പം എൻ്റെ വായിൽ വെള്ളം വരുന്നു. പിന്നെ ഈ ലൂബിക്കാന ലൗലോലിക്കാന അങ്ങനെ എന്തോ പറയില്ലേ, ചോന്നയൊരു സാധനം, അതാരോ കൊടുത്തിയാന്ന് പറഞ്ഞിട്ട് അത് ഉപ്പിലിട്ടത് എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒന്നെടുത്തിട്ട് പിന്നെ കടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല പുളിയും ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഒന്നും കൂടെ ഒന്ന് സെറ്റായി വരണം അത്രേ. പക്ഷേ ഞാൻ 1-2 കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ എടുത്ത് കഴിക്കാം. അതിൽ നല്ല കാന്താരി മുളകെല്ലാം ഇട്ടിട്ടുണ്ടായിനെ. ചോറിൻ്റെ കൂടി എല്ലാം കയ്യിൽ നിന്നൊരു കാന്താരി എല്ലാം എടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അപ്പൂട്ടൻ വലിയ കാര്യത്തിൽ അതിൽ നിന്നൊരു മുളക് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് എരിഞ്ഞിട്ട് ഓടുന്നുണ്ടിന്. അങ്ങനെ പിന്നെ ഞാനിത് അതിൻ്റെ വെള്ളമില്ലേ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല റെഡ് കളറിലുള്ള വെള്ളമായിരുന്നു. ആ വെള്ളം സൂപ്പറായിരുന്നു കേട്ടോ. ആ കുറച്ച് വെള്ളം മാത്രം മതി നമുക്ക് കുറച്ച് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത ഐറ്റം എടുത്തിട്ടാണ്. ഇതെൻ്റെ ഫേവറേറ്റ് നെല്ലിക്ക അച്ചാർ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അച്ചാർ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കൂലേ ഇങ്ങനെ പുഴുങ്ങിയിട്ട് കഷ്ണമെല്ലാക്കിയിട്ട്, അല്ലാണ്ട് ഈ പാക്കറ്റ് കിട്ടൂലേ നമുക്ക് ഈ ഉപ്പിലിട്ട ഇതുപോലത്തെ നെല്ലിക്ക അതുപോലെ അച്ചാറാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടിട്ട്. അല്ലാണ്ട് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റാണ് ഉപ്പിലിട്ട നെല്ലിക്ക. അങ്ങനെ ഇതാ ഏറ്റവും വലിയൊരു നെല്ലിക്ക തന്നെ നോക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ കടിച്ചതും ഞാൻ ഉദ്ദേശിച്ച ആ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ അതിലേക്ക് ആ ഉപ്പ് പിടിച്ചിട്ടുണ്ടായിട്ടില്ല. ഇട്ടിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് എൻ്റെ മുഖത്തുനിന്ന് മനസ്സിലാവുന്നുണ്ടാവുമല്ലേ ഇഷ്ടപ്പെട്ടിട്ടാന്നുള്ളത്. പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടില്ല വെച്ചിട്ട് ഞാനത് തിന്നാണ്ടെന്നിട്ടൊന്നുമില്ല. പിന്നെ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ആ ഒരു പെർഫെക്റ്റ് ആ ഉപ്പിലിട്ട നെല്ലിക്കേൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ എനിക്ക് പറയാണ് ഇതിന് ഉപ്പ് പിടിച്ചിട്ടില്ല, ഇത് കുറച്ചും കൂടി ആവാനുണ്ട്, പിന്നെ കുറച്ചും കൂടി ഉപ്പിടണം എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറയുവാണ് കേട്ടോ അനുവിനോട്. പിന്നെ അതിൻ്റെയും ഇതാ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ. അത് ഞാൻ പറയാം രസമില്ല, പിന്നെ ഉപ്പ് പിടിച്ചിട്ടില്ല, ഒരു പച്ചവെള്ളം കുടിക്കുന്ന ഒരു ഫീലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അത് കുറച്ച് നാൾ അതിൽ കിടന്നാവുമ്പം സെറ്റാവുമായിരിക്കും. വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, പിന്നെ മറന്നുപോയി. പിന്നെ അമ്പലത്തിൽ പോയിട്ടില്ല, ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ലേ അമ്പലത്തിലെ തിരക്ക്. ആ തിരക്ക് കണ്ടിട്ട് പിന്നെ ഇപ്പോഴും ആ ക്യൂവിൽ നിന്നവർക്ക് ഇനിയും ചോറ് കിട്ടിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 5 മണി. പൃഥ്വിയേട്ടൻ അപ്പൂട്ടനെയും കൂട്ടി പോയിട്ടുണ്ട്. അപ്പം ഭയങ്കര തിരക്കാണ്, ഇപ്പോഴൊന്നും ചോറ് കിട്ടൂല എന്ന് പറയുന്നുണ്ടായിനെ. അതുകൊണ്ട് നമ്മളും പോയിട്ടില്ല. ഇപ്പം 5:10 ആയിട്ടുണ്ട്. നേരത്തെ അല്ല, ഒരു 3 മണി വരെയെല്ലാം നോക്കി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം വിളിച്ച് ചോദിച്ചാലും തിരക്ക് തന്നെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ പോയിട്ടില്ല കേട്ടോ. ആ ചോറെല്ലാം ഉണ്ട്. പിന്നെ അമ്മയും ചേച്ചിയും നടക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഹനു തൈക്കൊണ്ടൊക്കെ പോയി. ഇപ്പം ഞാനും പിള്ളേരും അമ്മമ്മമാരും മാത്രമേ ഇല്ല കേട്ടോ. ഇനിയിപ്പം എന്നാൽ ദേവൂട്ടി ഇടി ഇരുന്നിട്ട് മിച്ചർ നിന്നുണ്ട്. എനിക്കിനി ചായ വെക്കണം. പിന്നെ എനിക്കിനി ചായ വെച്ച് കൊടുക്കണം ഇവർക്ക്. പിന്നെ അമ്മേനോട് പറഞ്ഞു പായസം വെക്കുന്നെങ്കിൽ വെച്ചോന്ന് പറഞ്ഞു, വെറുതെ അരിപ്പായസം. അങ്ങനെ പിള്ളേർക്ക് കുറച്ച് അരിപ്പായസം വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അതിൻ്റെ പരിപാടികൾ നോക്കട്ടെ. എന്നിട്ടാകുമ്പം പറ്റുമെങ്കിൽ ഇനി വൈകുന്നേരം അമ്പലത്തിൽ പോവാം. സന്ധ്യക്ക് ഉറപ്പില്ല, എനിക്ക് മടി പിടിക്കുന്നു പോവാൻ.
ഇന്ന് തീരുന്നതാണ്. ഇന്ന് ഗാനമേളയാണ് കേട്ടോ, ദുർഗാ വിശ്വനാഥിൻ്റെ ഗാനമേളയാണ്. ഇന്ന് ഭയങ്കര ആളായിരിക്കും. ഇന്ന് കലാശക്കൊട്ടാണ്. അപ്പോൾ എന്തായിരിക്കും എന്നറിയില്ല. പറ്റുമെങ്കിൽ പോവും, പക്ഷെ ഭയങ്കര പൊടിയും കാര്യങ്ങളെല്ലാം ആയിരിക്കും. അപ്പോൾ ദേവൂട്ടിനും കൊണ്ട് പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്, ചുമയല്ലേ. ദേവൂട്ടി ഒന്ന് രൂക്ഷമായിട്ട് നോക്കുവാണ് ഞാൻ ചിലപ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ട്. ഭയങ്കര കരച്ചിലായിരുന്നു നേരത്തെ പ്രതിയാട്ടം പോകുമ്പോൾ പോകണമെന്നും പറഞ്ഞു, പക്ഷെ കൂട്ടിയിട്ടില്ല. അപ്പം എന്തായാലും നോക്കിയിട്ട് പോവാം. അപ്പം എന്തായാലും ഞാൻ വേഗം ചായയും വെച്ച് പായസമെല്ലാം വെക്കട്ടെ. അങ്ങനെ ഇതാ എൻ്റെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് അരിപ്പായസവും അല്ല പാൽപ്പായസവും അല്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ. അതിൽ ഞാൻ വെല്ലം ഇട്ടിട്ടുണ്ട്, പാൽ ഒഴിച്ചിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്, പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അതിൻ്റെ ഒരു കഥ വേറെ തന്നെയാണ്, അത് പറയാൻ ഇപ്പോഴൊക്കെ സമയമില്ല. പിന്നെ എന്തായാലും പായസം നല്ല സൂപ്പറായിരുന്നു. അതിന് ശേഷം ഇതാ എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഓട്ടോ വിളിച്ചിട്ടുണ്ട്. പ്രതിയാട്ടം വണ്ടി എടുത്തിട്ട് പിന്നെ പോവും. നമ്മൾ എന്താണ് ഓട്ടോ ആക്കിയിട്ടുമാണ് പോകുന്നത്. അമ്മയും അമ്മമ്മയൊന്നും വരുന്നില്ല, നമ്മൾ മാത്രമേ പോകുന്നില്ല കേട്ടോ. അവർ കഴിഞ്ഞ ദിവസം പിന്നെ പോയതല്ലേ, അപ്പോൾ പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു. എനക്കും പോകാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഏച്ചി ഉണ്ടായിട്ടില്ലല്ലോ, അപ്പോൾ ഓളെ കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ തലേ ദിവസം വാങ്ങിയ പുതിയ കമ്മലെല്ലാം എന്നിട്ട് ഞാൻ ഇട്ടിനെ, അതാണ് ഞാനൊന്ന് ചെരിഞ്ഞിട്ടും തിരിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ അനുവും നന്ദു എല്ലാം ഇട്ടത് ആ കമ്മലാണ് കേട്ടോ. അവരെ കാതിലിങ്ങനെ തിളങ്ങുന്നത് കണ്ട. 20 രൂപക്ക് നല്ല അടിപൊളി കമ്മലാണ് കേട്ടോ. എന്തായാലും അങ്ങനെ റെഡിയായിട്ട് നമ്മളിതാ വളപ്പിൽ വരാ. ഏച്ചീനെ എങ്ങാനും കാത്തുക്കുന്ന എന്തോന്നു കേട്ടോ. എന്നോട് കനുവാടുന്നതല്ലോ ഇങ്ങനെ ചളി പറയുന്നുണ്ട്. അപ്പൂട്ടൻ നന്ദുവല്ല അലച്ച ദേവും എല്ലാം ഈ സൈഡിൽ എവിടെയോ ഉണ്ട്. അങ്ങനെ നമ്മളെന്തായാലും ഇതാ പോയി അമ്പലത്തിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിന്. നമ്മൾ തലേ ദിവസം പോയേ അതുപോലെ തന്നെ, അതുപോലെയല്ല എന്ന് തോന്നുന്നു, അതിനെക്കാട്ടിയും തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസവും മാസ്ക് ഇടാണ്ട് പോയത് കൊണ്ട് അതിൻ്റെത് ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ചുമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുമയാണ് കേട്ടോ, പൊടിയടിച്ചിട്ട്. അങ്ങനെ പിന്നെ അമ്പലത്തിലെല്ലാം പോയി, ചന്തകളിലെല്ലാം കറങ്ങി. പിന്നെ അത് ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങാനുണ്ടായിട്ടില്ല, തലേന്നേ എല്ലാം വാങ്ങിയില്ലേ, അതുകൊണ്ട് അങ്ങനെ പാടൊന്നും വാങ്ങാനുണ്ടായിട്ടില്ല. പിന്നെ ദേവൂട്ടി അതാ ആ ഒരു ബലൂണ് കണ്ട, അതാണ് കേട്ടോ കൈ ചൂണ്ടി കാണിച്ചിരുന്ന്. എല്ലാം ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കുമെന്ന്, ഓരോ കാര്യങ്ങളും കണ്ടിട്ട് ഓളിങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ പാനിപ്പൂരി വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാനിപ്പൂരി വാങ്ങിക്കഴിച്ചിട്ട് ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം പോയാലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഏച്ചി വാങ്ങിയതാണേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പ്രതീക്ഷിച്ചത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ്. ഞാൻ 2 പ്രാവശ്യം ഇത് കഴിച്ചിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. ഓരോരാൾ കഴിക്കുന്ന കണ്ടിട്ട് എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിക്കണമെന്ന്. പക്ഷെ 2 പ്രാവശ്യം കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കഴിച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറക്റ്റ് നമുക്ക് 6 ആൾക്ക് ഓരോന്ന് കഴിക്കാനുള്ളതാണ് എഴുതുന്നുണ്ടായിന്. പക്ഷേ ദേവൂട്ടി കഴിക്കാത്തതുകൊണ്ട് ഒന്നും കൂടെ എക്സ്ട്രാ ഞാൻ കഴിച്ചു. അതിന് ശേഷം ഇതാ ഒരു കോളിഫ്ലവറും കൂടെ വാങ്ങിയിട്ട് അതും നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ഒന്നല്ല കേട്ടോ, 2 വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ അതും നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. എന്നിട്ടാകുമ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ ചന്ത കറങ്ങാൻ വേണ്ടിയിട്ട് നടക്കലാണ്. ഇപ്രാവശ്യം ഐസ്ക്രീമൊന്നും വാങ്ങി കഴിച്ചിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതല്ലേ ഒന്നാമത് എല്ലാവർക്കും തണുപ്പും കാര്യങ്ങളും. പക്ഷെ ദേവൂട്ടിക്ക് മാത്രം ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കണ്ണൊന്ന് തെറ്റിയ സമയത്ത് അമ്മ ദേവൂട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിനെ. ഞാൻ ഒരുപാട് എൻ്റെ അമ്മേനെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിലേ ചുമയാണ്, നിങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തനെന്നും പറഞ്ഞിട്ട്. പിന്നെ ഇതാ നമ്മൾ ഈ ബോൾ എറിയുന്ന സംഭവമില്ലേ, 30 രൂപയോ 20 രൂപ എങ്ങാനും കൊടുത്ത് 6 ബോൾ കിട്ടും. അങ്ങനെ ആ ബോൾ എറിഞ്ഞിട്ട് ഓരോ നമ്പേഴ്സിലേക്ക് വീകും. അപ്പോൾ ആ നമ്പേഴ്സ് എല്ലാം കൂടെ കൗണ്ട് ചെയ്തിട്ട് ആ നമ്പറിൽ ഏത് സാധനമാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യം എറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് കിട്ടിയ സാധനങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. അത് അനുവും അപ്പവും എല്ലാവരും എറിഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ ഇതാ ഓരോ കള്ളിയിലായിട്ട് വീണിട്ട് അങ്ങനെ നമുക്ക് കിട്ടിയതാണ്. ഇതാ ഈ ഒരു മഞ്ഞപ്പാത്രവും ആ കാണുന്ന നീലപ്പാത്രവും 30 രൂപക്ക്. എന്നിട്ട് ചേച്ചി എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, 30 രൂപക്ക് 2 3 കിട്ടും വേറെ പോയാൽ എന്നും പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു പോകുമ്പം അമ്മയും കടല വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടല വാങ്ങി. പിന്നെ അന്ന് നമ്മളെ ദുർഗാ വിശ്വനാഥിൻ്റെ ഗാനമേളയായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഗാനമേളക്ക്. ഞാൻ പിന്നെ ഏച്ചിയോട് പറഞ്ഞു നിൽക്കണ്ട, എനിക്കെന്തോ താല്പര്യം ഉണ്ടായിട്ടില്ല കാണാൻ നിൽക്കാൻ വേണ്ടിയിട്ട്. പ്രതിയായിട്ട് ആടെ ഇരുന്നിട്ട് കാണുന്നുണ്ട് മുന്നിൽ. നമ്മളെന്തായാലും നിന്നിട്ടില്ല. നമ്മൾ പിന്നെ വേഗം ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് എത്തിയിട്ട്
പിന്നെ ഫുഡ് കഴിക്കണം. ഞാൻ കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് പിന്നെ അവിടുന്ന് പാനിപ്പൂരിയും കോളിഫ്ലവറെല്ലാം കഴിച്ചിട്ട് തന്നെ ഏകദേശം ആയിട്ടുണ്ടായിനി. അപ്പോൾ ഇവിടെ എല്ലാവരും കടല വീതം വെക്കലാണ് കേട്ടോ ബേക്കറി ഇരുന്നിട്ട്. പിന്നെ രാത്രിക്കത്തെ നമ്മളെ സ്പെഷ്യൽ പറഞ്ഞാൽ നമ്മളെ അമ്പലത്തിലെ സദ്യ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും നമ്മളെ അമ്പലത്തിലെ കാളനും കൂട്ടുകറിയും അച്ചാറും എല്ലാം നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിനെ. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്നായാലും നമ്മൾ സദ്യ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം നമ്മൾ ബിരിയാണി വെക്കുന്ന വീഡിയോ ആണ്. ബിരിയാണി വെക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷേ ഇത് ഞാൻ ചിക്കൻ മിക്സ് ചെയ്യുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ നല്ല ലെഗ് പീസെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിക്കാനില്ല മസാലയെല്ലാം പുരട്ടിയിട്ട് ഞാൻ നല്ലോണം അത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ പാത്രമെല്ലാം ചൂടായിട്ടുണ്ട്. അതിലേക്ക് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നെയ്യ് ഇട്ടിനോമോ അത് ഓർമ്മയില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ അതിലേക്ക് ചേച്ചി എന്തെല്ലോ ഇട്ട് നേച്ചിയാണ് കേട്ടോ ആക്കുന്നത്. മറ്റെന്തെല്ലോ കൊള്ളി കഷ്ണങ്ങളും അതെല്ലാം ഇല്ലേ, അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തു തോന്നുന്നു. നെയ്യ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആകുമ്പോൾ അതിൽ പിന്നെ നമ്മളെ പട്ട ഗ്രാമ്പു നെയ്യ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. എനിക്ക് ഓർമ്മയില്ല. ഇത് വേറെ ആരോ ആണ് എനിക്ക് വീഡിയോ അന്നേരം എടുത്തു തന്നത് കേട്ടോ. ഞാനല്ല എടുത്തത്, ഏച്ചിയാണ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അതിലേക്ക് ഏലക്കായി അങ്ങനത്തെ ഐറ്റംസ് ഇലകൾ അതെല്ലാം ഇട്ടു. അതെല്ലാം ഇട്ടിച്ച് പിന്നെ എന്താ നമ്മളതിലേക്ക് ഇട്ടിനമ്മോ ഉള്ളിയാന്ന് തോന്നുന്നു കേട്ടോ. ഉള്ളിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ട് വെക്കുവാണ്. ഏച്ചി അല്ല കേട്ടോ. ഏച്ചി അപ്പുറത്തേക്ക് എവിടെയോ പോയ ഗ്യാപ്പിന് ഞാൻ തന്നെയാണ് തോന്നുന്നു ഇളക്കിയത്. അങ്ങനെയാണ് എന്നിട്ട് ഒരു ഓർമ്മ. ഞാൻ തന്നെയാണ് ഇളക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അതെ ഞാൻ തന്നെയാണ്. അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ടു. എന്നിട്ട് ഉള്ളിയും പിന്നെ എന്താ ചെറുനാരങ്ങയും പിന്നെ ബാക്കി കൊള്ളി കഷ്ണങ്ങളും അതെല്ലാം ഇട്ടിട്ട് ഇളക്കുവാണ്. ചേച്ചി എന്നോട് ആ ജോലിയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായി. നീ അതൊന്ന് പിന്നെ ഇളക്ക്, അപ്പോഴത്തേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ ഞാനിത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ അത് ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടേ. അത് ഇളക്കിയെല്ലാം ആകുമ്പോഴത്തേക്ക് പിന്നെ ഏച്ചി വന്നിട്ട് അത് ഏറ്റെടുത്തിട്ടുണ്ടായിന്. പിന്നെ ഞാൻ നേരെ പോയത് എന്തിനാ നമ്മളെ ബിരിയാണിക്കില്ലേ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അതിൻ്റെ ഇടയിൽ നമ്മൾ അനുവിന് ഡാൻസിന് പോകണമായിരുന്നു. ഓക്ക് ചോറ് കൊണ്ടുപോകണം. അതിന് ഓക്ക് മുട്ട ഓംലെറ്റും കാര്യങ്ങളെല്ലാം ആക്കി കൊടുത്തു. പിന്നെ നമ്മളെ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി. അന്നേരം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ബിരിയാണീൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്ത് ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ വളപ്പിൽ പിന്നെ അമ്മയും മോനും അമ്മമ്മയും എല്ലാം കൂടെ എന്തെല്ലോ പണിത്തിരക്കിലാണ്. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കലാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ നന്ദു വന്നിട്ട് തേങ്ങ ചിരകിത്തന്ന് സഹായിക്കുന്നുണ്ട്. അത് അനുവിന് ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്കൂളിലല്ല ഡാൻസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോറെല്ലാം പൊതികെട്ടി അനുവിൻ്റെ ബാഗിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഓളിതാ ഡാൻസിന് പോവാണ്. അപ്പോൾ നമ്മളെ നന്ദൂട്ടിയും ഏച്ചിയും കൂടിയാണ് കൊണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നന്ദുവിൻ്റെ മുടിയും കൂടെ നന്ദൂട്ടിയല്ല ദേവൂട്ടി പറയുമ്പോൾ മാറിപ്പോയതാ. അങ്ങനെ അവർ പോയി. ഇനി ദേവൂട്ടിൻ്റെ മുടിയും മുറിച്ചിട്ടാണ് തിരിച്ചു വരിക. അങ്ങനെ ദേവൂട്ടി മുടിയെല്ലാം മുറിച്ച് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏച്ചിയുടെ ഫ്രണ്ടിൻ്റെ പിന്നെ പാർലറുണ്ട്. അവിടെ തന്നെയാണ് നമ്മൾ മുറിക്കൽ. സുജിലേച്ചിയുടെ വീടിയെന്ന്. പിന്നെ എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് കേട്ടോ മുറിക്കൽ. ഇപ്പം നല്ല മോളായി ഇരുന്നിട്ടുണ്ടായിനി. മുറിക്കുമ്പം കരഞ്ഞിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എനക്കൊന്ന് ചിലപ്പോൾ ഞാനാ പോയിട്ടുണ്ടെങ്കിൽ ഓള് കരയും. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി ഒന്നും കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ബിരിയാണി കഴിച്ചാൽ ഉടനെ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി. അപ്പോഴത്തേക്ക് അച്ഛനും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഞായറാഴ്ച ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ കഴിച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ വന്നു. അതിൻ്റെ ഇടയിൽ അച്ഛൻ എനിക്ക് നിർബന്ധിച്ചിട്ട് പൈസ തരുന്നതാണ് കേട്ടോ. ഓട്ടോക്ക് കൊടുത്തോ ബസ്സിന് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പോവുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞു. നമ്മളെ വിക്കിയോടും യാത്ര പറഞ്ഞു. പാവം സങ്കടത്തോടെ ഇരിക്കുന്നുണ്ടാ. അങ്ങനെ അമ്മമ്മയോട് ഞാൻ വേഗം വരണം, പിന്നെ ആശുപത്രിയിലെല്ലാം കാണിച്ചിട്ട് വേഗം തിരിച്ച് വരണം എന്ന് പറയുവാണ്. അമ്മമ്മ ഉണ്ടെങ്കിൽ എനിക്കതൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസം പനിച്ച് കിടന്നേരും. ഞാൻ വിചാരിച്ചു വീട്ടിലൊരാളുണ്ടെങ്കിൽ നല്ലതല്ലേ. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മമ്മ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ പോവുമെന്ന്. നമ്മൾ അനീഷേട്ടൻ്റെ ഓട്ടോക്കാണ് പയ്യന്നൂരേക്ക് പോകുന്നത്. അവിടുന്ന് പിന്നെ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ഇന്ന് നമ്മൾ മാത്രമല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ അമ്മയും പിന്നെ പിള്ളേരും എല്ലാം നമ്മളെ യാത്രയേക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇളയമേരെ വീട്ടിൽ നിന്ന് അമ്മ ചാമ്പക്കയുള്ളത് ഇങ്ങനെ നുള്ളിപ്പെറുക്കി തരുവാന്ന് കേട്ടോ നമുക്ക്. അപ്പോൾ ദേവൂട്ടി പിന്നെ ചുഴലിലെത്തുന്നത് വരെ ദേവൂട്ടിൻ്റെ കയ്യിൽ ആ ചാമ്പക്ക ഉണ്ടായിനെ. എൻ്റെ ബാഗ് കണ്ട ദേവുവാന്ന് ഇട്ട് നടക്കുന്നു, ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അമ്മമ്മേനെ എടുക്കുന്ന ചാമ്പക്കയെല്ലാം മേടിച്ചിട്ട് നമ്മളിതാ പോവുമെന്ന്.
ഇനിയെപ്പാന്ന് എല്ലാവരും വന്നിട്ട് ഇനിയെപ്പാ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഒന്നും പറയാൻ പറ്റൂല, എപ്പാണോ സാഹചര്യം കിട്ടുന്നത് അപ്പം വരും, അല്ലാണ്ട് ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പറ്റണമെന്നില്ലല്ലോ. നമ്മൾ ഓട്ടോ കയറിയിട്ട് പോകുകയാണ്. ഇപ്പം നൈസായിട്ട് ദേവൂട്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചാമ്പക്ക അടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിനെ ചാമ്പക്ക. ദേവൂട്ടിയും അവിടെ ഇരുന്നിട്ട് നല്ല ചാമ്പക്ക തീറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ ബസ്സിൽ നിന്നും ജോലിയിലെത്തിയിട്ടും തിന്നാനുള്ള ചാമ്പക്ക ഓൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പുതിയ സ്റ്റാൻഡിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പാടിന് നമുക്ക് വേഗം ഒരു ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം നമ്മൾ അതിൽ കയറി, അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സുകൾ കുറവായിരിക്കും. പിന്നെ വേഗം നമ്മൾ അതിൻ്റെ അകത്ത് കയറി തളിപ്പറമ്പിലെത്തിയാലും പിന്നെ മക്കൾക്ക് ഭയങ്കര ആഗ്രഹം പിന്നെ എന്താണ് ഐസ്ക്രീം എന്നാണ്. പ്രതിയായിട്ട് എന്നോട് നമുക്ക് മസാല ദോശ കഴിച്ചാലോ. ഞാൻ പറഞ്ഞു എന്നാൽ കഴിക്കാമെന്ന്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും മസാല ദോശ വേണ്ട, ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ പ്രതിയായിട്ടിനോട് പറഞ്ഞേ നിങ്ങൾ പോയിട്ട് എന്നാൽ മസാല ദോശ കഴിച്ചോന്ന്. പക്ഷെ ഒറ്റയ്ക്ക് പോയിട്ട് കഴിക്കുമൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാനും പ്രതിയായിട്ടിനും ഓരോ ലൈമും ഓർഡർ ചെയ്തു. പിന്നെ ഇവർക്കിതാ നന്ദുവിന് വാനിലയും ദേവൂട്ടിക്ക് സ്ട്രോബെറി ഐസ്ക്രീമും കൊടുത്തു കേട്ടോ. നല്ല പേടിയുണ്ടായിന്, ഒന്നാമത് ചുമയില്ലതാണ്. പിന്നെ എപ്പെങ്കിലും വല്ലപ്പോഴും നമ്മൾ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടും ഉണ്ടാവലില്ല. ഇതുപോലെ ഒരു പ്രാവശ്യം എല്ലായിരിക്കും എപ്പെങ്കിലും പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് പിന്നെ ഇതാ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. പിന്നെ അന്ന് ഏട്ടൻ വന്ന സമയത്തെല്ലാം നമ്മൾ ഒരുപാട് പ്രാവശ്യം പുറത്ത് പോയിട്ടുണ്ടായിനെ. നമ്മൾ നാലാളും മാത്രം പോകുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപൂർവമായിട്ട് നമ്മൾ നാലാളും പോക്കില്ലോ. അങ്ങനെ ഐസ്ക്രീമെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ ചുഴലി ബസ്സിൽ കയറി നമ്മൾ ചുഴലിയിലെത്തി. എന്നിട്ട് വീട്ടിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുവാന്ന് കേട്ടോ. അപ്പോൾ ഇതാ വഴിയിൽ നിന്ന് ദാഹിച്ചിട്ട് വെള്ളമെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. ആ വെള്ളം നന്ദു കുടിച്ച് തീർക്കുന്നതാണ്. വീട്ടിലെത്തിയിട്ട് പിന്നെ ഒരുപാട് പണിയുണ്ടായിന്. 2 ദിവസമായിട്ട് പൂട്ടിയിട്ടിട്ട് പോയതല്ലേ. അപ്പോൾ നെയ്ച്ചോറ് കുറച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിന്. ഉച്ചക്കത്തെ ചോറ് മാത്രം, പീസും മസാലയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചോറ് കൊണ്ടുവന്നിട്ട് ഞാനത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റാൻ വേണ്ടി പോവാണേ. നല്ല ചൂടാവും, നല്ല സോഫ്റ്റും ആവും. പിന്നെ ഇതാ വേഗം 4 മുട്ടയെടുത്ത് പുഴുങ്ങി പ്രതിയാട്ടൻ ആ ഗ്യാപ്പിൽ ഇതാ മുട്ടക്കില്ലേ ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ച് പ്രതിയാട്ടൻ നല്ല അടിപൊളി മുട്ടക്കറി റെഡിയാക്കി തന്നിട്ടുണ്ട്. എനക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പൊടിയടിച്ചിട്ട് അന്ന് മുതലേ എനിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ അസുഖം. അതുകൊണ്ട് നല്ല അടിപൊളി മുട്ടക്കറിയെല്ലാം ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രമെല്ലാം എടുത്തുകൊണ്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ വേഗം ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇത്രയേ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.